ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തീയ ലോകം ധ്യാനത്തിന്റെയും പുതുക്കലിന്റെയും പുനർജന്മത്തിന്റെയും ഒരു പവിത്രമായ കാലഘട്ടത്തിലേക്ക് ഉണരുന്നു. 40 ദിവസത്തെ ഭക്തി യാത്രയായ നോമ്പുകാലം സ്വയം കണ്ടെത്തലിന്റെയും ആത്മീയ വളർച്ചയുടെയും ദൈവവുമായുള്ള അടുപ്പത്തിന്റെയും പരിവർത്തന പാതയിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. വസന്തത്തിന്റെ പുതിയ ജീവിതത്തിന്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കുന്ന അസ്ഥികൂട് കാവൽക്കാരായി നിൽക്കുന്ന തരിശു വൃക്ഷങ്ങളെ പോലെ നമ്മുടെ സ്വന്തം ഹൃദയങ്ങളും ആത്മാക്കളും പലപ്പോഴും ഉറങ്ങിക്കിടക്കുന്നു. ദൈവസ്നേഹത്തിന്റെ പുനർജീവനത്തിന്റെ സ്പർശനത്തിനായി ആഗ്രഹിക്കുന്ന നോമ്പുകാലത്തിന്റെ ഈ വരവ് നമ്മുടെ ജീവിതത്തിലെ ക്ഷീണിച്ചതായ പാളികകൾ ഉപേക്ഷിച്ച് എളിമയുടെ പ്രത്യാശയുടെ മേലങ്കി ധരിക്കാം. പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു പറ്റം ജനത്തെ നാം കാണുന്നുണ്ട്. യേശു ജെറുസലേമിലെ സ്ത്രീകളെ കണ്ടുമുട്ടുന്ന കുരിശിന്റെ 8ാം സ്ഥലം കാലത്തിന്റെ ഇടനാഴികളിലൂടെ പ്രതിധ്വനിക്കുന്നു. ഇന്നത്തെ സ്ത്രീകളുടെ ഹൃദയങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. ഈ ഹൃദയഭേദകമായ രംഗം നാം നോക്കുമ്പോൾ നമ്മുടെ ലോകത്ത് കഷ്ടപ്പെടുകയും കരയുകയും അനീതിയുടെ ഭാരം വഹിക്കുകയും ചെയ്യുന്ന എണ്ണമറ്റ സ്ത്രീകളെ ഓർമ്മിപ്പിക്കുന്നു. യുദ്ധത്തിൽ തകർന്ന വീടുകളിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും പലായനം ചെയ്യുന്ന സിറിയയിലെ തെരുവുകളിൽ നിന്ന് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസവും സമത്വവും നിഷേധിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ വരെ സ്ത്രീകളുടെ നിലവിളി യുഗങ്ങളായി പ്രതിധ്വനിക്കുന്നു. കടത്തപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളെക്കുറിച്ചും അവരുടെ വേദനയോട് പലപ്പോഴും നിസ്സംഗത കാണിക്കുന്ന ഒരു ലോകത്തിൻ്റെ കാൽക്കീഴിൽ ചവിട്ടി മെതിക്കപ്പെടുന്ന സ്ത്രീകളെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ടും ഈ നിമിഷത്തിൽ യേശു അവരെ കണ്ടുമുട്ടുന്നു. അവരുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു. അവരുടെ ദുഃഖം അംഗീകരിക്കുന്നു. അവൻ അവരുടെ അനുഭവങ്ങളെ സ്വാധീകരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്കൊരു ശബ്ദം നൽകുന്നു. നീതിക്കും സമത്വത്തിനും വേണ്ടി നിലവിളിക്കുന്ന ഒരു ശബ്ദം. ആ ശബ്ദം തന്നെയാണ് 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കേരളത്തിലെ ആദ്യ സന്യാസിനീയ സമൂഹമായ തെരേസ്യൻ കർമ്മലേത്ത സഭയ്ക്ക് രൂപം നൽകിയ മദർ ഏലീശ്വയുടെ അധരങ്ങളിലൂടെ പ്രതിധ്വനിച്ചതും. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും അറിവില്ലായ്മയിൽ നിന്ന് അറിവിന്റെ ലോകത്തിലേക്കും സ്വാതന്ത്ര്യത്തിന്റെ പുതുപുലരിയിലേക്ക് നയിക്കുന്നതായിരുന്നു ആ അമ്മയുടെ ജീവിത സാഫല്യം. നീതിക്കായി കാത്തിരിക്കുന്ന, ഇന്നും നിഴലുകളിൽ കരയുന്ന, ഭയമില്ലാതെ അടിച്ചമർത്തലില്ലാതെ അരികുകൾക്കരടമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകത്തിനു വേണ്ടി കൊതിക്കുന്ന സ്ത്രീകളെ നമുക്ക് ഓർക്കാം. ജെറുസലേമിലെ സ്ത്രീകൾക്ക് വേണ്ടി ചൊരിഞ്ഞ യേശുവിന്റെ കണ്ണുനീർ നമ്മുടെ സ്വന്തം കണ്ണുനീരായി മാറട്ടെ. നമ്മുടെ ലോകത്തിലെ സ്ത്രീകൾക്കായി പൊഴിക്കപ്പെടട്ടെ. അവനെപ്പോലെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി, ഇരുട്ടിൽ പ്രത്യാശയുടെ ഒരു ദീപസ്തംഭമായി മാറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആമേൻ.